എന്താ അവസ്ഥ ഇവിടെ അല്ലേ? ആഗ്രഹിച്ച് ആശിച്ച് ഡ്രീമായിട്ടൊരു സംഭവം ചെയ്തിട്ട് അതിങ്ങനെ ഒരു അബാൻഡൻഡ് ആയി കിടക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിന്റെ വേസ്റ്റ് ഉണ്ടല്ലേ ജീപ്പ്. നമ്മുടെ വായോ ബബ്ല് ഞാൻ ഒരുപാട് വീഡിയോസ് അതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് കാലത്തെ അധ്വാനമായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ ഡ്രീമായിരുന്നു ഒരു ഓൺ പ്രോപ്പർട്ടി എന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വെയിലത്തും മഴയത്തൊക്കെ കൂടെ നിന്ന് അങ്ങനെ ഒരു ഡ്രീമി പ്ലേസ് പോലെ ഉണ്ടാക്കിയ ഒരു സാധനമായിരുന്നു നമ്മുടെ മുണ്ടക്കൈ ചൂരൽമലയിലുള്ള വായോ ബബ്ല്. അതിന് അവാർഡൊക്കെ മേക്ക് മൈ ട്രിപ്പിൽ നിന്ന് കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല കിടിലൻ എക്സ്പീരിയൻഷ്യൽ പ്രോപ്പർട്ടി ആയിരുന്നു. നമ്മുടെ മുണ്ടക്കൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുണ്ടക്കൈ ചൂരൽമല ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. ഒരുപാട് പേര് നമുക്കതിൽ നഷ്ടപ്പെട്ട് നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനൊരു അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി അതിനുശേഷം പിന്നെ ഞാൻ പോയി കണ്ടിട്ടില്ല എൻ്റെ പ്രോപ്പർട്ടി. എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല, കാരണം എനിക്കത് കാണാനുള്ളൊരു എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടി കുറഞ്ഞൊരു സാധനമാണ്. അതെ, അപ്പോൾ അത് എനിക്ക് കാരണം എൻ്റെ അത്ര ഇമോഷണൽ ബേസ്ഡ് സാധനമാണ്. സോ ഫൈനലി ഞാനിപ്പോൾ അത് കുറേ കാലത്തിന് ശേഷം നമ്മൾ മൈൻഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം കാണണമെന്ന് വിചാരിച്ചത്. അപ്പോൾ മഴ ആയതുകൊണ്ട് പിന്നെ പോകാഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ പ്രോപ്പർട്ടി കാണാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈയൊക്കെ എത്താനായി. എന്താ അവസ്ഥ ഇപ്പോൾ പ്രോപ്പർട്ടിൻ്റെ, പിന്നെ ആ സ്ഥലത്തിൻ്റെ മാറ്റം ഒക്കെ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ കാണാം. ഞാനും എൻ്റെ പ്രോപ്പർട്ടി ഇപ്പം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതൊന്ന് പോയി നോക്കാം. ചൂരൽമല ജംഗ്ഷനായിട്ട് ഈ കാണുന്നത്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഭക്ഷണമൊക്കെ മേടിച്ചിരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കൊക്കെ. ഈ ഹോട്ടൽസ് ഇവിടുന്നൊക്കെ. എന്താ അവസ്ഥ ഇവിടെ അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു. എന്ത് മനോഹരമായി. എൻ്റെ ഒരുപാട് മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മതി. ചൂരൽമല മുണ്ടക്കൈ സത്യം പറഞ്ഞാൽ ആ ടൈമിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇതിനെ കുറിച്ചിട്ട് ചൂരൽമല മുണ്ടക്കൈ ഈ പ്രശ്നത്തിന് മുന്നേ നമ്മളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഞാൻ എല്ലാ വീഡിയോസും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ട് ഉള്ളിൽ കയറാം. അവിടുത്തെ ആൾക്കാരല്ലാതെ വിടില്ല. പക്ഷെ നമുക്ക് അവിടെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ. പിന്നെ ഇവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ കുറേ ആൾക്കാരായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ടൂറിസ്റ്റ് സ്പോട്ട് അല്ല. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവിച്ചതിന് ശേഷം പിന്നെ ഇതിനെപ്പറ്റി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം എന്താന്ന് പറഞ്ഞാല് ഇത് കാണിച്ചൊരു അതിൻ്റെതായ വ്യൂവർഷിപ്പോ അതോ ഓക്കല്ലേ ആർമി നിർമ്മിച്ച ബ്രിഡ്ജ് കേട്ടോ. അത് എത്ര പെട്ടെന്നല്ല സാധനങ്ങളൊക്കെ എത്തിച്ചിട്ട്. അതെ അതെ. അവിടെ ഒരു സ്കൂൾ അതാ. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ഞാൻ ഈ മുണ്ടക്കൈൻ്റെ എൻ്റെ പഴയ വീഡിയോസ് കുറച്ച് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടേ. മറ്റെന്താ പറയാ, ആ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മുമ്പത്തെ മുണ്ടക്കൈ എങ്ങനെ ഇപ്പത്തെ മുണ്ടക്കൈ എങ്ങനെയാന്നുള്ളത്. ഓ കൊറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഭാഗത്തൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഈ ഭാഗമല്ല, അതിന്റെ അപ്പുറത്തെ ഭാഗമാണ് സംഭവിച്ചത്. നല്ല കണ്ടില്ലേ എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്നറിയോ? ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ ആ മലൊക്കെ ശരിക്കും ആ മലയിൽ നിന്നാണ് പൊട്ടി വന്നത്. ഒരു ഭാഗമാണ്. ഇവിടുന്നൊക്കെ എത്ര വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടെന്നറിയോ? ഇതിപ്പോ നമ്മള് ചൂരൽമല കഴിഞ്ഞത്, ഇനി നേരെ പോകുന്നത് മുണ്ടക്കൈ ഭാഗത്ത്. മുണ്ടക്കൈ ഭാഗത്താണ് ശരിക്കും സംഭവിച്ചത്. അതാ പൊട്ടി വന്ന ഭാഗം കണ്ടു നമ്മള്. മോളിന്ന് ഇതാ അവിടുന്നാണ് പൊട്ടി വന്നത്. കാണാൻ പറ്റും അതിങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് പോകുന്നത് താഴത്തേക്ക്. കണ്ടില്ല, അവിടുന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ ഈ ഭാഗമൊക്കെ ഇവിടൊക്കെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒക്കെ പോയി. ഇതെങ്ങനെ നേരെ അത് ഇതാ മോളിന്ന് ഇതാ അവിടുന്നാണ് പൊട്ടി വന്നത്. ഓ ഒന്നുമില്ല ഈ ഭാഗത്തൊന്നുമില്ല. അത് അവിടെ കുറച്ച് ആ വീടുകളൊക്കെ കുറച്ച് രക്ഷപ്പെട്ടമാതിരി എസ്കേപ്പ് ആയതല്ലേ. അതിൻ്റെ അരിക്ക കൂടെയാണ് പോകുന്നത്. നമ്മൾ ആ ഭാഗത്തൊക്കെ ഇതാ ഈ ഭാഗത്തൊക്കെ പോകാറുണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ ഇതാ ഇവിടെയൊക്കെ അവിടെ ഒരു സീതമ്മക്കുണ്ട് എന്ന് പറഞ്ഞൊരു കുണ്ടുണ്ട്. അവിടെ പോയിട്ട് കുളിക്കാറൊക്കെ ഉണ്ട്. ഓ എന്ത് പൊട്ടലല്ലേ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തം. അതെ
ഓ ഇത്ര ഹൈറ്റിലല്ലേ? ആ ഇതെന്താ ഭാഗത്ത്? ഓ ഇതെന്ത് അടിപൊളിയായിട്ട് ഞങ്ങൾ കളിച്ചിരുന്ന ഒരു എന്താ പറയാ പുഴയായിരുന്നു അല്ല. എങ്ങനെ നടക്കാൻ നല്ല രസമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നതായിരുന്നു. ഇങ്ങനെ ഇനിയാണ് മുണ്ടക്കൈ എത്താൻ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഇനിയിപ്പോൾ മുണ്ടക്കൈയുടെ സ്റ്റാർട്ടിങ് വരാനായി. നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ആ ഭാഗത്ത്, ആ മലൻ്റെ അവിടെയാണ്. അപ്പൊ ഈ ഭാഗമൊക്കെ നോക്കി ഇവിടെ ശരിക്കും അല്ലേ, ശരിക്കും ഇവിടെ ഒക്കെ തുറന്ന് കാണണമായായി. അല്ലേ ഈ ഭാഗമൊന്നും ഈ മല ഇങ്ങനെ കാണും. ഇവിടെ കാട് പോലൊക്കെ ഉള്ള ഭാഗങ്ങളായിരുന്നു, വീടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഈ സൈഡിലായിട്ട് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. അതെ, ഇതിനൊക്കെ പകുതി പോയിക്കില്ല അതിന്റെ ഇതിനൊക്കെ. ഓ ഇനിയാണ് മുണ്ടക്കൈ ശരിക്കും നമ്മൾ എത്തുന്നത് കേട്ടോ. അതായത് സീതമ്മക്കുണ്ട് ഇപ്പുറത്തെ സൈഡ് നമ്മളൊക്കെ ഇപ്പൊ കാണിച്ച ആ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതമ്മക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, കുളിക്കാൻ പോയത്. ആ സീതമ്മക്കുണ്ട് ഭാഗമൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അതിപ്പോ ഇല്ല. അതൊക്കെ പള്ളി, നമ്മളെ മുണ്ടക്കൈ പള്ളി, മുണ്ടക്കൈ ജംഗ്ഷന്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ, ഈ മുണ്ടക്കൈ കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ ഈ സ്ഥലം എങ്ങനെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു ചെറിയ പോസ്റ്റ് ഓഫീസ്, ഇവിടെ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നു, ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നു, ഈ സൈഡിൽ ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ഇത് ഇവിടെ ഒരു ഓപ്പൺ സംഭവമായി മാറി. പള്ളിയുടെ കുറച്ച് പാട്ട് പോയിട്ടുണ്ടല്ലേ? പള്ളിയിലെ ഉസ്താദ് എന്തോ ഉണ്ടോ വലിയ പാറക്കെട്ട് വന്നു ഉണ്ടോ നോക്ക്. ഇവിടെ ഉള്ള ഒരു വീട് പോലും ഇല്ല, ഒരൊറ്റ വീടില്ലടാ ഇവിടെ. നോക്ക്, ഒരു മൈതാനം അയക്കണ്ടല്ലേ. ഇതുണ്ടോ ഫുള്ള് ചളി കയറി കിടക്കുന്നു. അതിലേ ഇങ്ങനെ വഴി ഉണ്ടായിരുന്നു അങ്ങോട്ട് നേരെ. അവിടെ ഒന്നും കാണുന്നില്ല, ഇവിടൊക്കെ തകർന്ന് ജീപ്പാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഓഫീസ്, നമ്മുടെ സ്ഥാപനം അവിടെ മുകളിലാട്ടോ. ഷോപ്പ് ഉണ്ടായിരുന്ന ഒന്നും ഇപ്പൊ ആരും താമസിക്കുന്നില്ല തോന്നുന്നുണ്ടല്ലേ. ഈ വീട്ടിലുണ്ട് ആൾക്കാരുണ്ട്, താമസമുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി ഇതിന്റെ മുകളിലാട്ടോ. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നോക്കിയേ, ഇവിടെ ബസ്സൊന്നും വരാത്തതിനോട് ഈ ഇതൊക്കെ മുണ്ടക്കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ എപ്പോഴും ഇവിടുന്നൊക്കെ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെയൊക്കെ കാട് പിടിച്ച അധികം ആൾക്കാരൊന്നും വരാത്തതിനെ കൊണ്ട് പെരുമാറ്റമൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഞാനിതപ്പോ ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം ആ ഭാഗം. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇതുവരെ ഈ ഭാഗം വന്ന് വീഡിയോ ചെയ്യാത്തതിന്റെ കാര്യം തന്നെ എനിക്ക് തീരെ ആ ഒരു ഇത് പറ്റാത്തതിനെ കൊണ്ടായിരുന്നു. കാരണം എൻ്റെ അത്രയും ഡ്രീം നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ അത്രയും ഡ്രീം സാധനമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അറിയണ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അറിയുന്ന ആൾക്കാർ, നമ്മുടെ ബബിളിലേക്ക് വർക്ക് ചെയ്തിരുന്ന പല ആൾക്കാരും അവരൊക്കെ വേണ്ടില്ലേ. ആദ്യം ഇവിടെ നിന്നൊക്കെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് മൊത്തം പഠിച്ചു പോയ മാതിരിയായി അല്ലേ. എനിക്ക് ഓർമ്മയില്ലേ, ഞാൻ സൺറൂഫിൽ നിന്നിട്ട് ഞാൻ പറയാറില്ല എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന്. ഇങ്ങനെ ഇതിന്റെ ഈ മലന്റെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ പോയത്. ഈ മലക്കൊന്നും സംഭവിച്ചില്ല. കയറി, വണ്ടി കയറി, നമുക്ക് ബബിളിഞ്ഞ് പോയി നോക്കാം എന്താ അവിടെ ആയതെന്നുള്ളത്. ഓ, അതാ നമ്മുടെ ബബിളിന്റെ വഴി. ഓ, കണ്ടില്ലേ, ഒക്കെ
കാട് പിടിച്ചിട്ടോ, കാട് പിടിച്ച് കിടക്കല്ലേ. ആ വഴിയൊക്കെ നോക്കി. വഴിയൊക്കെ ഇതായി. ഇവിടെ നിർത്തിക്കോ, അവിടെ നിർത്തിക്കോ. സ്റ്റാഫൊക്കെ നിൽക്കുന്ന റൂം. ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ സ്റ്റക്കായി നിന്നിട്ടോ. അവിടേക്ക് പോയി നോക്കണം എൻ്റെ പ്രോപ്പർട്ടിൻ്റെ. ഇത് കണ്ടില്ലേ, ഇതെന്താ അറിയില്ല, ഇവിടെ ഈ വീലൊക്കെ പൊളിഞ്ഞെടുക്കുന്നുണ്ട്. ഇതാ നമ്മളെ സ്റ്റാഫിൻ്റെ അവിടെ നിന്ന് പോയൊക്കെ ആദ്യം. അതിലിറങ്ങണ്ട, കാടല്ലേ. ഇറങ്ങി നോക്കാം. ഇവിടെ കണ്ടില്ലേ, മൊത്തം കാട് പിടിച്ച്. നമ്മൾ കഴുകിയിരുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ, ഫുൾ കാട് പിടിച്ച്. കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് കേട്ടോ. കാരണം അത്രയും ഞാനിവിടെ അട്ട കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴയത്തൊക്കെയാണ് ഇതിൻ്റെ പണി നടന്നിരുന്നത്. ആ ടൈമിൽ ഞാൻ മൊത്തം ഇവിടെ നിന്നിട്ട് ചെയ്തിരുന്നത്, വെയിലും മഴയില്ലാതെ. നല്ല കണ്ടിന്യൂ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ. ആ ഡ്രീം നടത്താനും വേണ്ടിയിട്ട്, അതായത് ആ ഡ്രീം സാധിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, നമ്മുടേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അത് ചെയ്ത്, അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ട് ചെയ്ത് ആ ഒരു സാധനമാണ്. നമുക്ക് ബബിളിൻ്റെ അങ്ങോട്ട് പോയൊക്കെ അല്ലേ. ഫുള്ള് കാട് പിടിച്ചു. എന്തൊക്കെയോ കൊളാപ്സ് ആയിട്ട് കിടക്കാണല്ലോ, ഇതൊക്കെ വീണ് കിടക്കും. ഒരു കമ്പിയൊക്കെ ലൈൻ. ഇവിടത്തേക്ക് കറണ്ട് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഇത് ചെയ്തിരുന്നു പാർട്ടിൽ. പാത്ത് കണ്ടില്ലേ, ഫുള്ള് അല്ലേ. പാത്തൊക്കെ നോക്കിയാ ഫുള്ള് കാടായി. ഇവിടെ സൈഡിൽ നമുക്ക് കാണുന്നുണ്ട് ബബിളിൻ്റെ ഭാഗം കേട്ടോ. ഉള്ളിലേക്ക് കയറാൻ പറ്റും. എനിക്ക് അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് കയറാനൊന്നും തോന്നുന്നില്ല. നിങ്ങളോടൊരു കാര്യം കൂടി പറയാം, ഇത് നമ്മളിവിടെ ഈ പ്രോപ്പർട്ടി ഉണ്ടായതിനെ കൊണ്ട് മാത്രമാണ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റിയത്. ഇത് മറ്റുള്ളവർക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല. അതെ, പൊളിഞ്ഞു. മോനെ നോക്കിയേ, ഇതൊക്കെ ആന പൊളിച്ചതാട്ടോ. ഇതൊക്കെ ആന പൊളിച്ചത്. നോക്കി കാണിച്ചു കൊടുക്കാം. ആനപ്പിണ്ടം ആന നോക്കിയേ. ഇത് ഇൻഫ്ലാറ്റബിൾ ആയിരുന്നല്ലോ സംഭവം. ഇൻഫ്ലാറ്റബിൾ ആയിരുന്നു, അതായത് ഹെയർ ഫില്ല് ചെയ്താലാണ് ഇത് പൊന്തൽ. അപ്പോൾ ഇതിപ്പം ഒക്കെ ആകെ നാശകുശ. എത്ര അടിപൊളിയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയിരുന്ന സാധനമാണെന്ന് ആയിരുന്നു എന്നറിയോ. അപ്പം എല്ലാം ഇതായി കാട് പിടിച്ചു. വാ അങ്ങോട്ട് പോയേക്കാം. നമ്മുടെ പൂള് ശരിക്കും എന്താ പറയുക, നമ്മളെ പൂളായിരുന്നു. ഇവിടുന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ചാടുമായിരുന്നു. ഇവിടെയൊക്കെ പൊളിച്ചു കേട്ടോ ആന. ഇവിടെയൊക്കെ പൊളിച്ചു. അവിടുത്തെ വേലിയും ആന ഇതാക്കിയാന്ന് തോന്നുന്നുണ്ട്, പാസ് ചെയ്തിട്ട്. വാ. ഓ, നമ്മളെ ചെടികളൊക്കെടാ നല്ല പൂത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്ന് വാങ്ങിച്ചേ അല്ലേ. ഇത് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള സാധനം. നമ്മളെ ഇത് ഞാൻ വീഡിയോ റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം, ഈ ഒരു പൂവ് ആദ്യമായിട്ട് പൂത്ത ടൈമിൽ നമുക്ക് കിട്ടിയ ഒരു സന്തോഷം വേറെ തന്നെ ആയിരുന്നു. നമ്മളെ കൈകൊണ്ടൊക്കെ നമ്മളിട്ട് നട്ടിട്ട് അല്ലേ. അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ പൂത്തുക്കണ്. അതുപോലെ തന്നെ ഇതൊക്കെ പൂത്ത് കിടക്കണ നോക്കിയ. ഇതൊക്കെ നമ്മുടെ മക്കളായിരുന്നു.
കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടുത്തെ വ്യൂ നോക്കിയാ നിങ്ങൾ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണിതെന്ന്. ഈ വ്യൂ രാവിലെ എണീച്ചിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ഇരിക്കും. അതെ, എന്ത് രസ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്ന് നേരെ കിടന്നുറങ്ങുമ്പോൾ തന്നെ രാവിലെ സൺറൈസ് വരും. ബെഡിൽ കിടന്ന് സൺറൈസ് കാണാൻ പറ്റുമായിരുന്നു. ഇതിന്റെ മുകളിൽ നമ്മൾ ലൈറ്റ് ഒക്കെ ഉണ്ടാവുമായിരുന്നു രാത്രി അല്ലേ, ഹാലജൻ ലൈറ്റ് ഫുള്ള് പച്ചായിട്ട് കാണുമായിരുന്നത്. അവസ്ഥ നോക്കിയേ. അങ്ങോട്ട് കണ്ടില്ലേ? ഓ, വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടടാ. ഇതിന്റെ ഒരു ഉറപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. അതായത് ഇപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ഇതിലൂടെ കാണുന്നുണ്ട്. നോക്ക്, വെള്ളം ഇവിടെ കണ്ടോ, വെള്ളം ഇത്രയും നിറഞ്ഞു കിടക്കുന്നത്. എന്നിട്ട് അത് പൊട്ടിയിട്ടില്ല. അത്രയും ഉറപ്പ് അല്ലേ? അത്രയും ഉറപ്പുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ബെഡൊക്കെ ആക്കി അലമ്പായി. വെള്ളം ഇങ്ങനെ കുഴി ചാടിയിരിക്കണ്. അതായത് കട്ടിലിന്റെ ഇവിടുന്ന് ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വെള്ളം കുഴി ചാടിയിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട് ആ ബെഡില്. എന്നിട്ടും അത് പൊട്ടിയിട്ടില്ല. അതാലോചിച്ച് വെക്കണം, പൊട്ടിയിട്ടില്ല. എന്നിട്ടും വാ, ബബിൾസ്. സ്റ്റക്കായി പോയെന്ന് തോന്നുന്നില്ല. ഓ, ഇതായിരുന്നു എൻ്റെ ബാത്റൂം. ഭയങ്കര നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിരുന്നതായിരുന്നു. വാവ്. ഞാൻ പോയി. അതെ, നോക്കരുത്. ഇതൊക്കെ വേലിയൊക്കെ പൊളിഞ്ഞു. ഇവിടെ ലാൻഡ് സ്ലൈഡ് നടന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ആശ്രയമായിട്ടുള്ള സ്ഥലം. ഇവിടെ ട്രീ വാല്യൂം ഈ ഭാഗത്തുമായിരുന്നു ആൾക്കാർ എന്ത് ചെയ്തിരുന്നത്, സേഫസ്റ്റ് പ്ലേസ്. വാ, നമുക്ക് പുറത്ത് സാധാരണ ഇരിക്കുന്ന മാതിരി നമ്മളിങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിഞ്ഞാലൊക്കെ, ഇപ്പൊ നമ്മൾ ഉച്ചക്കാട്ടോ ഇവിടെ ഉള്ളത്. അപ്പൊ ഈ ഉച്ചക്ക് ഫുഡൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്. എവിടേക്ക് ഇരിക്കുന്നു ഞാൻ കാണിച്ചുതരാം. നമ്മള് ഇവിടെ നട്ടുച്ചയാണിത്. ഉച്ചയാണ്, അതായത് 1:15 ആ ടൈമാണ്. വാ, ഈ ടൈമായിട്ടും ഇവിടെ നല്ല തണുപ്പും കാറ്റുവാ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് നല്ല ക്ലൈമറ്റ് ആണ്. ഈ വെയിലത്ത് ഈ ഭാഗത്ത് ചോല ഉണ്ടാവും. അപ്പൊ ഇവിടെ വന്നിരിക്കാം, ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. അതേപോലെ തന്നെ അവിടെ ഇരിക്കും. കാറ്റ് എന്ത് കാറ്റല്ലേ. ഇവരൊക്കെ കുഞ്ഞു ചെടികളായിരുന്നു കേട്ടാ. ഇവരൊക്കെ വളർന്ന് ഭയങ്കര അടിപൊളിയായി വളർന്നിട്ടുണ്ട്. കുഞ്ഞായിരുന്നു, ഇത്ര ഉള്ളായിരുന്നു ഇവര്. ഇത്ര നമ്മൾ പോകുമ്പോ അല്ലേ, ഇത്ര ഉള്ളായിരുന്നു ഇവരൊക്കെ. ഞാൻ കണ്ടിട്ട് ഓൾമോസ്റ്റ് ഇയർ ആകോ അല്ലേ? 1 ഇയർ ആവാനായി. യെസ്, 1 ഇയർ ആവാനായിട്ടുള്ളൂ. സോറി, ഇയർ കഴിഞ്ഞിട്ടില്ല. ഇവര് ഇത്രയൊക്കെ വളർന്നവര്. ഇത്ര ഉണ്ടായിരുന്നു. എന്നെക്കാളും വളർന്നതാണ് നിങ്ങള്. എന്റെ എത്ര ഉണ്ടായിട്ടുള്ളായിരുന്നു. ഇവന് ഇത്ര തന്നെ കേട്ടോ. ഇവന് എനിക്ക് തോന്നുന്നു ഇവൻ വെട്ടിയതാ. എന്താ, ഇവനും വലുതായിരുന്നു. വെട്ടിയതാവൂല, ചിലപ്പോ ആന വന്നപ്പോ പിഴുത് തിന്നതായിരിക്കും. നോക്കിയ ആനപ്പുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസത്തെ പഴക്കം ഉണ്ടാവുള്ളൂ അല്ലേ? ഇത് ഫ്രഷാ ആനപ്പുണ്ടോ?
ഇരിക്കലുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇപ്പൊ കാണാൻ പറ്റും. കാറ്റ് കണ്ടോ? നല്ല കാറ്റുണ്ട്. പുല്ലുകള് എന്താ ഫുള്ള് എല്ലാം പൂത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം പൂത്തിട്ടുണ്ട്. നമ്മൾ അവിടുന്നുള്ള കുറച്ച് അതിൽ നിന്ന് ഇങ്ങനെ സ്പൈഡർ ലില്ലിയൊക്കെ അവിടുന്ന് കുറച്ച് എടുത്തിട്ട് വെച്ച സാധനങ്ങൾ, അത് ഈ രണ്ട് ഭാഗത്തും അതൊക്കെ പൂത്തടാ. എല്ലാം പൂത്ത്. ഇതൊക്കെ സ്റ്റെപ്പാ. നമ്മൾ ആഗ്രഹിച്ച് ആശിച്ച് ഡ്രീമായിട്ടൊരു സംഭവം ചെയ്തിട്ട് അതിങ്ങനെ ഒരു അബാൻഡൻഡ് ആയി കിടക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അതൊരു സങ്കടമാണ്. അവിടെ പുതിയത് ഉണ്ടാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു, അത് ഫിനിഷ് ചെയ്തിട്ട്. ഇന്ത്യാസ് ഫസ്റ്റ് ബബിൾ റിസോർട്ട്. ഇങ്ങനെ ഇതൊക്കെ ഇടയ്ക്ക് ആനപ്പിണ്ടം, ഫുൾ ആനയൊക്കെ ഇവിടെ വരുന്ന സ്ഥലമായി മാറി. നമ്മൾ ഉള്ള ടൈമിൽ ഇവിടെ ഒരു വട്ടം പോലും വന്നിട്ടില്ല. കാരണം നല്ല മെയിൻ്റനൻസും ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നതിന്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഈ ഏരിയയിലൊന്നും ആരും ഇല്ലല്ലോ അങ്ങനെ, അപ്പം അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എന്തായാലും അതെ. അപ്പം എന്തായാലും നമ്മളിവിടുന്ന് പോവാണ്. അപ്പം ഇതെൻ്റെ നിങ്ങളൊക്കെ കണ്ടതാണ്. നിങ്ങളോട് എനിക്കും ഇത് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്കും കാണിച്ചു തരേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നത് എന്താണ് ബബിളിൻ്റെ അവസ്ഥ, ബബിൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് നിങ്ങളെ മുന്നിൽ, നിങ്ങളാണ് ഇതുവരെ നമ്മളെ ഇത്രയും വളർത്തി തന്നത്. ഈ പ്രോപ്പർട്ടിയിൽ നല്ല സെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ ഓഡിയൻസാണ് എനിക്ക് ഉണ്ടാക്കി തന്നത്. ഇതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയതും. കാരണം ഈ പ്രോപ്പർട്ടിക്ക് പൈസ ഉണ്ടാക്കാൻ ഞാൻ സീറോന്ന് തുടങ്ങിയ ആളാണ്. എൻ്റെ അടുത്ത് പൈസ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളാണ് എനിക്ക്, നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൽ നിന്നൊക്കെ കിട്ടിയ വരുമാനം കൊണ്ടൊക്കെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടത്. അതായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ അധ്വാനത്തിന് ഇവിടെ പണിയെടുക്കുന്ന ഒരു പണിക്കാരനായിട്ട് ഞാൻ ഈ പണിക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. സോ ഇത് നിങ്ങളെ മുന്നിലേക്ക് എനിക്ക് കാണിച്ചു തരേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്ന് കാണിച്ചു തന്നത്. ഇനി നമ്മുടെ സെയിം ഫൺ വീഡിയോസിൽ നമുക്ക് നെക്സ്റ്റ് ഫൺ വീഡിയോയിൽ കാണാം. ഓക്കെ, പിന്നെ നമ്മുടെ സർപ്രൈസ് വരുന്നുണ്ട് കേട്ടോ, അതാരും മറക്കണ്ട അല്ലേ. നമ്മുടെ സർപ്രൈസ് റിവീൽ ചെയ്യാനുള്ള ദിവസങ്ങൾ അടുത്ത് തുടങ്ങിയില്ലേ. കഴിഞ്ഞ ദിവസം നമുക്ക് ഇന്നലെ മിനിയാന്നൊന്നും വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ബ്രദറിന്റെ മാരേജ് ആയിരുന്നു. അപ്പൊ അതിന് ഫുള്ള് ബിസി ആയിരുന്നു. പിന്നെ അവർക്ക് താല്പര്യം ഇല്ലാത്തതിന് യെസ് അതെ. അപ്പൊ എന്തായാലും നാളെ നമ്മുടെ ഫൺ വീഡിയോസ് നാളെ മുതൽ വരുന്നതായിരിക്കും. അപ്പൊ നാളത്തെ വീഡിയോയിൽ കാണാം. അതായിരിക്കും നമ്മുടെ സർപ്രൈസ് റിവീലിംഗ് വരുന്നുണ്ട്. സംതിങ് ബിഗ് സ്റ്റാർട്ടിങ് അല്ലേ. അപ്പൊ വെയിറ്റ് ചെയ്യാ. റിവീലിംഗ് വീഡിയോ കമ്മിങ് സൂൺ ആണ്. കൂടിക്കോള്. അതന്നെ, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.